അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ-അർബഊന നബവിയ്യ എന്ന പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് 13ാമത്തെ ഹദീസാണ്. 12 ഹദീസുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അർബഊൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ 13ാമത്തെ ഹദീസായി കൊണ്ടുവരുന്നത് അന്നബി ഹംസ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. റവാഹുൽ ബുഖാരിയു വ മുസ്ലിം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ് 13ാമത്തെ ഹദീസായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹദീസിൻ്റെ അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, താൻ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണ വിശ്വാസിയാവുകയില്ല. ഇതാണ് ഹദീസിൻ്റെ അർത്ഥം. നമുക്ക് വിശദീകരിക്കാം. ഹദീസ് ഉദ്ധരിച്ച റാവി നമ്മൾ കേട്ടതുപോലെ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകൻ എന്ന പേരിൽ അറിയപ്പെട്ട പ്രസിദ്ധനായ സ്വഹാബിയാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹിജ്റ 10 വർഷം മുമ്പ് മദീനയിലെ പ്രശസ്തമായ ഖസ്റജ് ഗോത്രത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സായിരുന്നു പ്രായമെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മ, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അവർ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇത് എൻ്റെ മകൻ നിങ്ങൾക്കുള്ള ഖാദിമായി, സേവകനായി ഞാൻ ഏൽപ്പിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അനസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ഏൽപ്പിച്ച ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ബന്ധമായിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ. 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെയുള്ള ആ കാലഘട്ടം 10 വർഷക്കാലം നിരന്തരമായ വല്ലാത്തൊരു ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനസ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. നബിയുടെ സേവകനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയായി, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായി അദ്ദേഹം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകമുണ്ട്. ഞാൻ 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തു, നബിയെ ഞാൻ സേവിച്ചിട്ടുണ്ട്. ഈ 10 വർഷത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും എന്നോട് എന്ന് പറയുകയോ നീ എന്തിനത് ചെയ്തു, അല്ലെങ്കിൽ നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നിങ്ങനെയുള്ളൊരു വാക്കുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എത്രമാത്രം ഭംഗിയുള്ളതായിരുന്നു, എത്രമാത്രം ആളുകളെ ആകർഷിക്കുന്നതായിരുന്നു എന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ശ്രേഷ്ഠമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹദീസിൽ വലിയ അവഗാഹമുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹദീസിൻ്റെ വിജ്ഞാനത്തിൽ വലിയ അവഗാഹം അദ്ദേഹം നേടിയിട്ടുണ്ട്. നമുക്കറിയാം, അൽ മുക്സിറൂന ലി റിവായത്തിൽ ഹദീസ്, 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ച കുറേ ആളുകളുണ്ട്. അതിൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഏകദേശം 2286 ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്.
ഇസ്ലാമിക ലോകത്ത് 1000-ലധികം ഹദീത്തുകൾ ഉദ്ധരിച്ച 6 പേരിൽ ഒരാളാണ് ആര്? മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകം ഒരു ദുആ നടത്തിയിട്ടുണ്ട്. അത് അനസ് റളിയല്ലാഹുവിൻ്റെ പ്രത്യേകതയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അഅതൈതഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നിർവഹിച്ച പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് നീ സമ്പത്തിലും സന്താനങ്ങളിലും വർധനവ് നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹം ദീർഘകാലം ജീവിച്ചിട്ടുണ്ട്. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ഒരാളായിക്കൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ധാരാളം സന്താനങ്ങൾ ഉണ്ടാകുകയും വലിയ സമ്പത്തിനുടമയാകുകയും ചെയ്തത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം മരിക്കുന്നത് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ മരിച്ച, ഏറ്റവും അവസാനം മരിച്ച സ്വഹാബിയായിക്കൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിജ്റ വർഷം 93 തൻ്റെ 100ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 100-ലധികം വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ബസ്രയിൽ വെച്ച് മരണപ്പെടുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. വലിയ ഹദീത്തിൽ വലിയ പ്രാഗൽഭ്യമുള്ള വലിയ പണ്ഡിതനായിരുന്നു, നബിയുടെ ഖാദിമായിരുന്നു, ഇസ്ലാമിന് വലിയ സേവനങ്ങൾ ചെയ്ത വ്യക്തിയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു ഏറ്റവും ഉന്നതമായ നിലയിൽ അവരെ എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ. ഇനി ഈ ഹദീത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വന്നാൽ, ഈ ഹദീത്തിനെക്കുറിച്ച് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഈ ഹദീത്തിൽ നമുക്കറിയാം, ഹദീത്തിൻ്റെ തുടക്ക ഭാഗത്തിൽ തന്നെ പറയുന്നത് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ്. ഹത്ത യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ. ഇതാണ് ഈ ഹദീത്തിൻ്റെ മത്ൻ, അതിൻ്റെ ആശയം അതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി, മഅനാഹു ലാ യുഅ്മിനുൽ ഈമാന അത്താമ വഇല്ലാ ഫഅസ്ലുൽ ഈമാനി യഹ്സുലു ലിമൻ ലം യകുൻ കദാലിക് വൽ മുറാദു ബി അഖീഹിൽ മുസ്ലിം. ഇത് ഇമാം നവവിയുടെ അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞത്, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ ഈമാൻ ഇല്ല എന്നാണ്. അഥവാ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. ഏതുവരെ? താൻ ഇഷ്ടപ്പെടുന്നത്, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ. അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമുക്കുള്ളത് അല്ലെങ്കിൽ നാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരന് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ ഇല്ലാത്ത ആളുകളാണോ? നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയോ? ഇങ്ങനെ ഒരു ചർച്ചയുണ്ട് പണ്ഡിത ലോകത്ത്. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇവിടെ ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറഞ്ഞാൽ മുഅ്മിനാവുകയില്ല, ഈമാനുള്ളവനാവുകയില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഈമാനുള്ളവനല്ല. ഈമാനിൽ എന്തുണ്ട്? നുഖ്സാനുണ്ട്, കുറവുണ്ട്. ഈമാൻ കുറഞ്ഞയാളാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫതഹുൽ ബാരിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖാലൽ കിർമാനി പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുകയാണ്, വമിനൽ ഈമാനി ഐലൻ അൻ യുബ്ഗിദ ലി അഖീഹി മാ യുബ്ഗിദു ലി നഫ്സിഹി മിനശ് ശർ. എന്താ അദ്ദേഹം പറയുന്നത്? തനിക്ക് ലഭിക്കാൻ ഇഷ്ടപ്പെടാത്ത തിന്മകൾ തൻ്റെ സഹോദരനും ലഭിക്കരുതെന്ന് ആഗ്രഹിക്കലും ഈമാനിൻ്റെ ഭാഗമാണ്. അപ്പം നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്, അത് നമ്മുടെ സഹോദരൻ ഉണ്ടാകണം, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവണം. ഇതാണൊരു വിശ്വാസിയുടെ ഗുണം. നാം ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകൾ അതെന്ത് ചെയ്യണം? മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുക. നമ്മുടെ സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് എൻ്റെ സുഹൃത്തിന് കിട്ടണം, എൻ്റെ സഹോദരൻ ഉണ്ടാവണം, വാഹനം, വീട്, ഇതൊക്കെ ആഗ്രഹിക്കണം എന്നാണ്. അത് ആഗ്രഹിക്കാത്തടത്തോളം കാലം നമ്മുടെ ഈമാൻ എന്തല്ല? പൂർണ്ണമല്ല. നമ്മുടെ ഈമാനിൽ കുറവുണ്ട് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ കിർമാനിയുടെ വാചകം എന്താണ്? മഹാപണ്ഡിതൻ പറയുന്ന വാചകം എന്താ? നമ്മളൊരു തിന്മയെ ഇഷ്ടപ്പെടുന്നില്ല, നമുക്കുണ്ടാകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? അത് നമ്മുടെ കൂട്ടുകാരനും ആ ഭവിഷ്യത്ത് ഉണ്ടാകരുത്, ആ അപകടം വരരുത്, ആ പ്രയാസം ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത്. ഇതിനെ ഒന്നുകൂടെ പണ്ഡിതന്മാർ പറഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് അത് വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ പൂർണ്ണതയാണ് സൂചിപ്പിക്കുന്നത്.
ഒരു വിശ്വാസിയുടെ സ്വഭാവവുമായി ബന്ധപ്പെടുന്ന ഹദീത്താണ് എന്നാണ് ആര് പറയുന്നത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു ഈ ഹദീത്തിനെ വെച്ച് പണ്ഡിതന്മാർ പറയുന്നത്. ഹദീത്തിലെ ലാ യുഅ്മിനു എന്ന വാക്കിന് അവർ നൽകുന്ന അർത്ഥം എന്താണ്? അൽ മുറാദു ബിൻ നഫ്യു കമാലിൽ ഈമാനി ലാ നഫ്യു അസ്ലിൽ ഈമാൻ എന്നവർ പറഞ്ഞു. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിഷേധിക്കപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ അടിത്തറയല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ്. അഥവാ വിശ്വാസിയാകൂല എന്ന് പറയാൻ പറ്റൂല. അയാൾ ഈമാനുള്ള ആളല്ല, അയാൾ ഈമാൻ ഇല്ലാത്തവനാണ്, അവൻ്റെ ഈമാൻ നശിച്ചുപോയി എന്ന് പറയാൻ പാടില്ല. മറിച്ച് എന്താ? അവൻ്റെ വിശ്വാസത്തിൽ പൂർണ്ണതയില്ല, അവൻ്റെ വിശ്വാസത്തിൽ കുറവുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറഞ്ഞാൽ, അതായത് തൻ്റെ സഹോദരന് നല്ലത് ആഗ്രഹിക്കാത്ത ഒരാൾ, അയാൾ കാഫിറാണ്, അവിശ്വാസിയാകുന്നില്ല, അയാൾ കാഫിറാകുന്നില്ല, പകരം അയാളുടെ ഈമാൻ അപൂർണമാണ് എന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ കാണണം. നമ്മുടെ വിശ്വാസത്തിന് അപൂർണത സംഭവിക്കുന്ന, കുറവ് സംഭവിക്കുന്ന കാര്യമാണ് നമുക്ക് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്കും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അത് വിശ്വാസിയുടെ സ്വഭാവമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ സഹോദരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നത് സഹോദരൻ എന്നത് മുസ്ലിമിനെ മാത്രമല്ല മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വയംബഗി അൻ യുഹ്മല ദാലിക അല ഉമൂമിൽ ഉഖ്വ, ഇത് പൊതുവായ സാഹോദര്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കാണണം. അത് മുസ്ലിമിനെയും കാഫിറിനെയും ഉൾക്കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറയും. തൻ്റെ കാഫിറായ സഹോദരന് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിക്കണം, നിർബന്ധിക്കാൻ പാടില്ല. ഒരാളെയും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണ്? ഈ സമൂഹം മുഴുവനും രക്ഷപ്പെടണം, ഇവരെല്ലാവരും നരകത്ത് നിന്ന് രക്ഷപ്പെടണം. അതാണ് ഒരു മനുഷ്യനുണ്ടാകേണ്ട വികാരം, അതാണ് ഒരു മനുഷ്യനുണ്ടാകേണ്ട ചിന്ത. പക്ഷെ അവരെ നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരണോ? ല ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, ആരെയും നിർബന്ധിക്കാൻ പാടില്ല. ഒരു മനുഷ്യന് ചോയ്സ് ഉണ്ട്, അയാൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ, ഒന്നുകിൽ നന്ദിയുടെ വഴി അല്ലെങ്കിൽ നന്ദികേടിൻ്റെ വഴി എന്ത് ചെയ്യുക? അയാൾക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരാൾ വിശ്വാസിയാവുകയില്ല തൻ്റെ സഹോദരന് താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ. അതാണ് ഈ ഹദീത്തിൻ്റെ അർത്ഥം. ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ എന്താ? ഒന്ന്, ഈമാനിൻ്റെ പൂർണ്ണതയാണ്. മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ പൂർണ്ണതയുടെ അടയാളമാണ്. അടിവരട്ട് പഠിക്കണം. മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ പൂർണ്ണതയുടെ അടയാളമാണ്. നമ്മളിൽ പല ആൾക്കാരും നമുക്കൊരു അനുഗ്രഹമുണ്ടായാൽ അത് മറ്റുള്ളവർക്ക് ലഭിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിൻ്റെ കുറവാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടി, അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കണം, അനുഗ്രഹങ്ങൾ ലഭിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾക്കും നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഖൈറിന് വേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത്. നമുക്ക് നല്ലൊരു വാഹനം കിട്ടി, നമ്മുടെ സഹോദരൻ അത്ര ആ ഒരു ദറജയിലേക്ക് എത്തിയിട്ടില്ല, അള്ളാഹുവേ അദ്ദേഹത്തിനും അതിനുള്ള തൗഫീഖ് കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അത് ലഭിക്കാൻ ആഗ്രഹിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഒരു നല്ല വിശ്വാസിയുടെ മനസ്സ്. അതുകൊണ്ട് തന്നെ ഈമാനിൻ്റെ പൂർണ്ണതയാണ് മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കുക എന്നുള്ളത് എന്ന് ഈ ഹദീത്തിനെ മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, സ്വാർത്ഥതയുടെ വിരോധം. സ്വന്തത്തിന് മാത്രം നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാർത്ഥതയാണ്, അല്ലേ? അത് വിശ്വാസിക്ക് ചേർന്നതല്ല. നമുക്ക് മാത്രം കിട്ടിയാൽ മതി, വേറെ ആർക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയല്ല, നമുക്ക് ലഭിക്കണം, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ലഭിക്കണം. അതുകൊണ്ട് സ്വാർത്ഥത എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹദീത്ത് എതിർക്കുന്നുണ്ട്. മൂന്നാമത്, സാമൂഹികമായ ഐക്യം. ഈ ഗുണം വിശ്വാസികൾക്കിടയിൽ പടരുകയാണെങ്കിൽ, അഥവാ നമ്മുടെ സഹോദരന് നന്മയുണ്ടാകണം, അവനും ഖൈറുണ്ടാകണം, ഈ ഒരു നല്ല ഗുണം സമൂഹത്തിൻ്റെ ഇടയിൽ പടരുകയാണ് എങ്കിൽ സമൂഹത്തിൽ അസൂയയും വിദ്വേഷവും ഇല്ലാതാവുകയും സ്നേഹം നിലനിൽക്കും, ഐക്യം ഉണ്ടാകും. അപ്പോൾ ഈ ഹദീത്ത് ശരിക്കും പ്രാവർത്തികമാക്കിയാൽ, എല്ലാവരെയും ഹദീത്ത് ഉൾക്കൊണ്ടാൽ എന്താ സംഭവിക്കുക? സാമൂഹികമായ ഐക്യമുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വിശ്വാസികൾ സഹോദരങ്ങളാണ് എന്ന് ഈ ഹദീത്ത് പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തെവിടെയുള്ള വിശ്വാസികളെയും അവരെല്ലാവരും സ്വന്തം സഹോദരങ്ങളായി കാണാൻ ഇസ്ലാം പറയുന്നുണ്ട്. മൂന്നാമത്തത്, അഞ്ചാമത്തെ കാര്യം, അസൂയ പാടില്ല എന്ന് ഈ ഹദീത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ അസൂയപ്പെടുന്നത് ഈ ഹദീത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. ഒരാൾക്ക് ലഭിച്ചു, ഒരാൾക്ക് ഒരു അനുഗ്രഹം ലഭിച്ചു, അപ്പോൾ അയാൾക്ക് ആ അനുഗ്രഹം ലഭിച്ചാൽ നശിച്ച് കാണാൻ ആഗ്രഹിക്കാൻ പാടില്ല. നമുക്കങ്ങനെ ഉണ്ടാകാൻ ആഗ്രഹിക്കാം, മനസ്സിലായില്ല, എന്നാൽ അത് നശിച്ച് കാണണം എന്ന ആഗ്രഹം പാടില്ല. അതേപോലെ തന്നെ ഐഹികവും പാരത്രികവുമായ നന്മ എന്ത് ചെയ്യുന്നതിന് ഈ ഹദീസ് പഠിപ്പിക്കും. തനിക്ക് നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല, അത് ഹിദായത്തും അതേപോലെ തന്നെ പരലോകമോക്ഷവും തൻ്റെ സഹോദരൻ ലഭിക്കണമെന്നൊരു വിശ്വാസി ആഗ്രഹിക്കണം.
ദുനിയാവിലെ ഖൈറുകൾ മാത്രമല്ല, ദുനിയാവിലെ നിഅമത്തുകൾ മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. പരലോകത്ത് രക്ഷപ്പെടണം, അയാൾ നിസ്കരിക്കുന്ന ആളാകണം, അതേപോലെ തന്നെ സ്വലാത്ത് ചൊല്ലുന്ന ആളാകണം. ഇങ്ങനെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന നന്മകൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കണം. നമ്മൾ കുറേ ക്ലാസ്സിന് പോകുന്നു, നമ്മൾ കുറേ ക്ലാസ് കേൾക്കുന്നു, അവരതിന് വരുന്നില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കല്ല, അവർക്ക് കൂടെ വരാനുള്ള തൗഫീഖ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കണം. അപ്പോൾ ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വളരെ ചെറിയ ഒരു ഹദീത്താണ് നമ്മളിന്ന് കേട്ടത്, നമ്മളിന്ന് പഠിച്ചത്. പക്ഷേ വലിയ ആശയം അതിലുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നമുക്കിഷ്ടപ്പെടുന്നത്, അല്ലേ, നാം ഇഷ്ടപ്പെടുന്നത്, താൻ സ്വന്തത്തിൽ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും എന്ത് ചെയ്യില്ല, പൂർണ്ണ വിശ്വാസിയാവുകയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും നമുക്ക് ലഭിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുക. നമ്മളിൽ സംഭവിക്കരുത് എന്നാഗ്രഹിക്കുന്ന തിന്മകൾ മറ്റുള്ളവർക്കും സംഭവിക്കാൻ പാടില്ല എന്ന വിചാരത്തോടുകൂടെ, ചിന്തയോടുകൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു ഈ ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.